അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഖതമുൽ ഖുർആൻ മജ്ലിസിലുള്ള എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, അള്ളാഹു നമ്മേവരെയും ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 150 ദിവസത്തോളമായി നാം ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖതമുൽ ഖുർആൻ ഖതമ് ഇന്ന് തീരുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതുന്നത് അലം തറ മുതലുള്ള സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി ഉടനെ അടുത്ത ഖതമ് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. ഫാത്തിഹ ഓതി അതുപോലെ തന്നെ അൽ ബഖറ സൂറത്തിൽ നിന്ന് 5 ആയത്ത് ഓതിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വതക്കല്ല പറഞ്ഞ് ദുആ വസിയത്തുകളൊക്കെ വായിച്ച് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലുമൊക്കെ ദുആ വസിയത്ത് വായിച്ചത് നിങ്ങൾ പറഞ്ഞു തന്നത് ഉൾപ്പെടാത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മൾ ദുആ എടുക്കുന്നതിൽ ഉൾപ്പെടും. അതുപോലെ ഹദിയ അയച്ചു തന്നതൊക്കെ പിന്നെ ആളുകളെ പേര് വായിക്കും. ആരെങ്കിലും ഹദിയ അയച്ചു തന്ന ഒരു പേര് വായിക്കാത്തതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നെ അറിയിക്കണം. എനിക്ക് മനസ്സറിഞ്ഞൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു മജ്ലിസിലേക്ക് ഹദിയ അയക്കുമ്പോൾ ആ ഹദിയ അയച്ചു തന്ന ആളുകളുടെ മുറാദ് ഹാസിലാക്കാൻ, അവരുടെ പ്രയാസങ്ങൾ വെച്ചുകൊണ്ട് സലാമത്താക്കാൻ, അവന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ദുആ എടുക്കുക എന്നുള്ള നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പേര് വായിക്കാത്തവരുണ്ടെങ്കിൽ അറിയിക്കണം. ഇന്നലത്തത് മിനിഞ്ഞാന്നത്തത് മുതലുള്ള ആ ഖതമുൽ ഖുർആൻ മജ്ലിസുമായി ബന്ധപ്പെട്ടത് 2-3 ദിവസത്തിനുള്ളിൽ ഹദിയകൾ അയച്ചെന്നവർ ഖതം ഓതിയതും ഒക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഖതം ഓതിയവർ പറയാത്തവരുണ്ടെങ്കിൽ, ഹദിയ അയച്ചെന്നവർ പറയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെയും മറ്റന്നാളും അങ്ങുമുള്ള സദസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാമ്പത്തികമായ ഭദ്രത, ഈമാനികമായ കാവൽ, ശാരീരികമായ ആഫിയത്ത്, ദീർഘായുസ് ഒക്കെ അള്ളാഹു നൽകി മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും മുസാഫ് എടുത്തോളൂ. എല്ലാവരും അവിടെ ചീരണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം അവിടെ കൊണ്ടുവെക്കുക. ഈ ചീരണി ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഈത്തപ്പഴമാണെങ്കിൽ 2-3 എടുത്ത് കഴിക്കുക. ഈത്തപ്പഴം കഴിക്കേണ്ടത് 1, 3, 7 ഇങ്ങനെ ഒറ്റയായിട്ടാണ്. അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു പഴമെങ്കിലും, ഒരു ഈത്തപ്പഴമെങ്കിലും കൊടുക്കുക. ആ ബിസ്മിയിൽ നല്ല നെയ്യത്ത് വെച്ച് കഴിക്കാൻ വേണ്ടി പറയുക. മജ്ലിസിൽ വെച്ച വെള്ളം അതൊരു ഔഷധം പോലെ എടുത്തു വെക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ദിവസം ഒരു 4 നേരം 5 നേരമെങ്കിലും ആ വെള്ളം കുടിക്കുക. രോഗശമനം ഉദ്ദേശിച്ചുകൊണ്ട് കുടിക്കാവുന്നതാണ്. രാവിലെ കുടിക്കുന്നത് വെറും വയറ്റിൽ കുടിക്കണം. രാത്രി കിടക്കാൻ നേരത്തും കുടിച്ചിട്ട് കിടക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഹത്തായ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണ് ഖതം ദുആ ചെയ്യുന്ന മജ്ലിസ് എന്ന് പറയുന്നത്. പുലർച്ചെ ഒരാൾ ഖതം ദുആ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി വരെ മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. അത്തരത്തിൽ പൊറുക്കലിനെ ചോദിക്കുന്ന, അത്തരത്തിൽ മലക്കുകളുടെ ഒരു സാന്നിധ്യമുള്ള, അത്തരത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള ഒരു സദസ്സായി ഈ ഖതമുൽ ഖുർആൻ മജ്ലിസിനെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഖതമ് ഓതുന്ന ബഹുമാനപ്പെട്ട ഹാഫിൾ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിനും അതുപോലെ തന്നെ ഇത് കൊണ്ടുനടക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്തവർ, ഇതിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തിയവർ, ആഴ്ചതോറും ദിക്ർ സലാത്തുകൾ ചൊല്ലി അയക്കുന്നവർ, അതുപോലെ മരണപ്പെട്ടുപോയവരുടെ ആണ്ട് 7, 40 ഒക്കെ അറിയിച്ച് പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കുന്നവർ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇതിലേക്ക് ഹദിയ അയച്ചു തന്നവർ, ഈ മജ്ലിസിൻ്റെ പുരോഗതിക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചവർ എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖതമ് പൂർത്തീകരണത്തിലേക്ക് ഓതാൻ ബാക്കിയുള്ള സൂറത്തുൽ ഫീൽ പാരായണത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് MS വോയിസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق
من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون صدق الله العظيم തഖബ്ബൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നാം ഓതിയത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും മനസ്സുകൊണ്ട് നിങ്ങൾ ഓതിയ ഓരോ ഖത്തമും ഹദിയയാക്കണം. നിങ്ങൾ 4 ഖത്തം ഓതിയിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ ഞാൻ ഓതിയ ആ ഒന്നാമത്തെ ഖത്തം എൻ്റെ ഉമ്മാൻ്റെ പേരിൽ, രണ്ടാമത്തെ ഖത്തം എൻ്റെ വാപ്പാൻ്റെ പേരിലേക്ക് ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞാൻ ഓതിയൊരു ഖത്തമിൻ്റെ പ്രതിഫലം എൻ്റെ റസൂലുള്ളാഹിൻ്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇങ്ങനെ ആരുടെയൊക്കെ പേരിലാണോ ഖത്തം ഓതിയത് അവരുടെയൊക്കെ പേരിൽ എത്തിക്കണേ എന്ന് പറഞ്ഞു എല്ലാവരും ഇൻഷാ അല്ലാ ഹദിയയാക്കുക. നിങ്ങൾ ആദ്യം ഒന്ന് വഴങ്ങണം, അതിനുശേഷം ഇൻഷാ അല്ലാ നമുക്ക് വഴങ്ങി ദുആ എടുക്കാം. അപ്പോൾ മനസ്സുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാ നിയ്യത്താക്കൂ. ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയും. ഇനി ഒരാളുടെ പേരിലാണ് ഖത്തം ഓതിയതെങ്കിലും എല്ലാവരുടെ പേരിലും അത് വഴങ്ങണം. അപ്പോൾ എല്ലാവർക്കും പടച്ചോൻ കൂലി കൊടുക്കും. നമ്മളെ പിശുക്കൻ, പടച്ചോൻ പിശുക്കനല്ല. നമ്മളിപ്പോൾ ഒരു ഖത്ത് ഓതി അതിൻ്റെ ഭർത്താവിന് മാത്രം അതിൻ്റെ കൂലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഭർത്താവിന് മാത്രം കൊടുക്കും. അതേ സ്ഥാനത്ത് പറയാണ് എൻ്റെ കുടുംബത്തിൽ മരിച്ച എല്ലാവരും, എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളൊക്കെ ഖബറിലേക്ക് എത്തിക്കണേ എന്ന് കൊടുത്താൽ നിങ്ങളെ ഭർത്താവിന് ആ ഖത്തമിൻ്റെ കൂലിയൊട്ട് കുറയൂല. അതേപോലത്തെ പ്രതിഫലം പടച്ചമ്പുരാൻ എല്ലാവർക്കും കൊടുക്കും.
അപ്പോൾ നമ്മളെക്കൊണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾക്കൊരു സന്തോഷം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരുടെയൊക്കെ പേരിൽ ഓതിയിട്ടുണ്ടോ അതൊക്കെ നിയ്യത്താക്കുക. അതിൻ്റെ പുറമെ എല്ലാ മൂമിനും മൂമിനാത്തിൻ്റെ ഹളറത്തിലേക്ക്, ഞാൻ സിയാർത്ത് ചെയ്തുള്ള ഔലിയാക്കളുടെ ഹളറത്തിലേക്ക്, പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമമുള്ള എല്ലാ മൂമിനും മൂമിനാത്തിൻ്റെ, ഗസയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വധിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ ഹളറത്തിലേക്ക്, ഷഹീദായുടെ ഹളറത്തിലേക്ക്, എല്ലാ മൂമിനും മൂമിനാത്തിൻ്റെ ഹളറത്തിലേക്കും പടച്ചവനെ ഞാൻ ഓതിയ ഖത്തമിനെ പ്രതിഫലം എത്തിക്കണമല്ല. പ്രത്യേകിച്ച് എൻ്റെ ഹബീബിൻ്റെ ഹളറത്തിലേക്ക്, എൻ്റെ ഹബീബിൻ്റെ സ്വഹാബത്തെ കിറാമിൻ്റെ ഹളറത്തിലേക്ക്, എൻ്റെ ഹബീബിൻ്റെ മക്കളുടെ ഹളറത്തിലേക്ക്, എൻ്റെ ഹബീബിൻ്റെ ഭാര്യമാരുടെ ഹളറത്തിലേക്ക്, എൻ്റെ ഹബീബിൻ്റെ സ്വഹാബത്തെ കിറാമിൻ്റെ ഹളറത്തിലേക്ക്, പണ്ഡിതന്മാർ ഞങ്ങളെ ഇൽമ പഠിപ്പിച്ചെന്ന അലിഫ് പഠിപ്പിച്ചെന്ന ഞങ്ങളെ ഉസ്താദന്മാർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മാതാപിതാക്കളുടെ ഹളറത്തിലേക്ക്, ഇങ്ങനെ നമുക്ക് ബന്ധപ്പെട്ടവരെ പേരെടുത്ത് പറയുക, ബാക്കിയുള്ളവരെ കൂട്ടമായി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 2 മിനിറ്റ് മനസ്സുകൊണ്ട് എല്ലാവരും വഴങ്ങിക്കോളി. എല്ലാവരും അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കാനുള്ള. ഞാൻ ഓതിയതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ട് പുറത്തു തന്നെ അല്ല, പുറത്തു തന്നെ അല്ല. ഞാൻ പാവിയാണ് പഠിച്ചവനെ, അന്തം കൊന്നില്ലാത്തവനാണ് പഠിച്ചവനെ, എനിക്കിത് പുറത്തു തന്നെ അല്ല, മനസ്സറിഞ്ഞാണ് പറഞ്ഞോളി. എന്നിട്ട് എന്ത് ചെയ്യുക, ഞങ്ങളത് അങ്ങോട്ട് വഴങ്ങാം. ഞാനത് ആവശ്യത്തോട് വായിക്കട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആനും ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പുഴകളൊക്കെ വന്നവന് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആന് നാം ഓതി ഖത്മ് തീർത്തത് 150 ദിവസത്തോളം ഈ 2 ഏട് വീതം ഓതിയിട്ടാണ് നാം ഈ ഖത്മ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ, ശദ്ദുകൾക്കോ മദ്ദുകൾക്കോ, അക്ഷരങ്ങളോ മഖ്റജുകളിലോ വഖഫിലോ ഉച്ചാരണത്തിലോ മദ്ദിലോ എന്തെങ്കിലും പ്രയാസങ്ങൾ തെറ്റുകളൊക്കെ വന്നിന് അള്ളാഹു ഒക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ഈ ദുനിയാവിൽ നിന്ന് നാം വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളെ ശരീരത്തെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി, നേരം പോക്കായ ഒരു സൽക്കർമ്മമായി, ഖിയാമത്ത് നാൾ വരെ നമ്മളെ ഖബറിലുള്ള കൂട്ടുകാരനായി, അത്തരത്തിലുള്ള സൽക്കർമ്മമായി ഖത്തമുകളെ, ഇതുവരെ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകളെ ഒക്കെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മൾ നാളെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായും അള്ളാഹു അതിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെടുവാനും ധാരാളം ഖത്മുകൾ ഓതാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നാമും മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ അഹലുകാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്കും ഇതുപോലെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമ്മളെ പേരിലും ഇതുപോലെ ഹദിയകൾ അയച്ച് നമ്മളുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു തലമുറയെ, ഒരു സുഹൃത്ത് ബന്ധങ്ങളെ, ഒരു സ്നേഹബന്ധങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോകമെന്ന് ലോകകപ്പിൻ്റെ ഫൈനലിൻ്റെ തിരക്കിലാണ്, ആനന്ദത്തിലും ആഘോഷത്തിലാണ്. ചിലവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ടീം തോറ്റു, ചിലവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ടീം ജയിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും ഏതെങ്കിലും ഒരെണ്ണം ഫുട്ബോൾ ഭ്രാന്തുള്ള ആരെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ടാകും അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ത്വാഴത്തിലും പൊരുത്തത്തിലുമൊക്കെ ആയി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ സന്തോഷം, കുറേ ആളുകൾ 2, 3, 4, 5 വരെ ഖത്മ് ഓതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഹദിയ അയച്ചു തന്നതല്ല സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഖത്മ് ഏറ്റെടുത്ത് ഇത്രയും ആളുകൾ ഖത്മ് ഓതിയല്ലോ, ഖത്മ് ഓതിയാൽ തെറ്റുമോ എന്ന് ഭയന്ന് കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ കൂടിയിരുന്നു അറിയാതെ ഇങ്ങനെ 2 ഏട് ഓതിയിട്ട് ഒരു ഖത്മ് കൊണ്ട് തീർത്തല്ലോ. അതന്നെ 5 ഖത്മ് വരെ ഓതിയവരുണ്ട്, വയ്യാത്ത ഉമ്മമാർ വരെ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഖത്മ് ഓതുന്ന നമ്മളെ ബഹുമാനപ്പെട്ട അഹമ്മദ് നസീം ബാക്കി ഉസ്താദിനും അതുപോലെ തന്നെ ഈ ഖത്മ് ഓതിയവർക്കും ഒക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആ വസിയത്തുകളൊക്കെ വായിച്ച് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. സൗദമ്മ ആലുവ, ഉമ്മാടെ ആണ്ടാണ്. സഫർ 24-ന് ഉമ്മാടെ ആണ്ടാണ്. ഖത്മ് 2 ഖത്മ് ഓതിയിട്ടുണ്ട്. വാപ്പാടെ ആണ്ട് ദുൽഹിജ്ജയിലാണ്.
സഹോദരിയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. സഹോദരി ഖത്തം ഓതിയിട്ടുണ്ട്. സഹോദരി ഹദിയ അയച്ചിട്ടുണ്ട്. അവരുടെ കാഴ്ച തിരിച്ച് കിട്ടിയാലാണ് ഇനി അവർക്ക് ഖത്തം ഓതാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. ആ സഹോദരിക്ക് കാഴ്ച കിട്ടിയാൽ അവർ വീണ്ടും വീണ്ടും ഖുർആൻ ഓതും. അതിൻ്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. അല്ലാഹു അവർക്ക് കാഴ്ച ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിനി പേര് വായിക്കുന്ന ഓരോരുത്തരും ഹദിയകൾ അയച്ചവരാണ്. അതുപോലെ തന്നെ ഖത്തമുകൾ ഓതിയവരാണ്. മരണപ്പെട്ടു പോയ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ അവരുടെയൊക്കെ പേരിൽ ഖത്തം വഴങ്ങാൻ എന്നെ ഏൽപ്പിച്ചവരാണ്. അതുപോലെ ഓൾറെഡി നിങ്ങളത് വഴങ്ങിയവരുമാണ്. മജ്ലിസിൽ നമ്മളതൊക്കെ വെച്ച് മുൻകൂട്ടി നമ്മൾ വായിച്ച് ദുആ ചെയ്യുന്നതാണ്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. എന്തൊക്കെ ദുആവസിയത്തുകളാണോ പറഞ്ഞിട്ടുള്ളതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരൊക്കെ ദുആവസിയത്തുകൾ അയച്ചിട്ടുണ്ടോ, ഞാനിവിടെ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർ നാളെ അറിയിക്കണം. ഹദിയ തന്നിട്ട് ഹദിയ പിന്നെ ഇന്നാൾ ഹദിയ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നെ അറിയിക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു ഹദിയ അയച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടി ദുആ എടുക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണ്. അതല്ലെങ്കിൽ അതൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് പേര് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അറിയിക്കണം. അത് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സൗദമ്മ ആലുവയുടെ പിന്നെ കണ്ണിൻ്റെ അവരുടെ സഹോദരിയുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹാജറമ്മ കണ്ണൂർ ഖത്തം ഓതിയിട്ടുണ്ട്. പിന്നെ 10,000 സലാത്ത്, 1000 ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ തുടങ്ങി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന്, മുറാദ് ഹാസിലാക, രോഗശമനത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ ഹാജറുമ്മയുടെ ഭർത്താവിന്, ഹാജറുമ്മക്കൊക്കെ ദീർഘായുസിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, മകൾക്ക് വീടുണ്ടാകാനും പ്രത്യേകം ദുആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ സൗദ ഉമ്മ ആലുവ അവരുടെ ഭർത്താവ് 28 വർഷമായിട്ട് ഗൾഫിൽ പോയതാണ്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. 28 വർഷമായി. അപ്പം മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചതറിയില്ല. എന്നവർ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓത്തും വൈത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സൗദമ്മ ഓതിയ ഖത്തമിൽ അവരുടെ ഭർത്താവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. വിവരങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഇത്ര വർഷമായതുകൊണ്ട് മരിച്ചു എന്ന് കണക്കാക്കിക്കൊണ്ട് അവരുടെ പേരിൽ ഖത്തം ഓതുന്നു, ഹദിയ ചെയ്യുന്നു, സൽക്കർമ്മം ചെയ്യും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിലേക്ക് എത്തിക്കട്ടെ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് വരാനും കുടുംബവുമായി ഒക്കെ ഇടപെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ സഫിയമ്മ കണ്ണൂർ 2 ഖത്തം ഓതിയിട്ടുണ്ട്. മുത്തുനബിയുടെ പേരിലും എല്ലാ അംബിയ മുർസലീങ്ങളുടെ പേരിലും കൂടിയിട്ട് ഖത്തം ഓതിയിട്ടുണ്ട്. അതുപോലെ ഭർത്താവടക്കം മരണപ്പെട്ട മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഹദിയ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഫിയമ്മയുടെ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രയാസങ്ങൾ, വിഷമങ്ങളിൽ നിന്നൊക്കെ സലാമത്താകാൻ, മുറാദ് ഹാസിലാക്കാൻ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. സുലൈഖ മൊയ്തീന് ഖത്തം ഓതിയിട്ടുണ്ട്. ഉപ്പ, അമ്മോശന്, അമ്മായിമ്മ തുടങ്ങി മരണപ്പെട്ട കുടുംബത്തിൽ മരിച്ചു എല്ലാവരുടെ മഗ്ഫിറത്തിന് ദുആവസിയത്ത്. മകന് ദീനീബോധമുള്ള ഒരു ഇണയെ കിട്ടാൻ, മകന് റാഹത്തായി ജോലിയും മാന്യമായ ശമ്പളമൊക്കെ കിട്ടാൻ, മുറാദ് ഹാസിലാകാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൂർജഹാൻ പയ്യോളി 2 ഖത്തം ഓതിയിട്ടുണ്ട്. സഫർ 12 വാപ്പാൻ്റെ ആണ്ടാണ്ട്. അതുപോലെ തന്നെ ഉമ്മ സഹോദരി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. മക്കൾ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. മക്കൾ സ്വാലിഹീങ്ങളാകാൻ, കടം വീടാനും, മുറാദ് ഹാസിലാക്കാൻ, രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ജുബൈരിയ ഷാർജ ഇപ്പോൾ ഹജ്ജിനൊക്കെ പോയി വന്ന ഉമ്മയാണ്. അള്ളാഹുരുടെ ഹജ്ജ് കബൂൽ ചെയ്യട്ടെ. അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ദുആ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖത്തമുൽ ഖുർആനോട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാരോട് പറഞ്ഞിരുന്ന ഒരു ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ റൗളയിലൊക്കെ പോയി ദുആ ചെയ്തു എന്നാണ് പറഞ്ഞത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അവർ 2 ഖത്തം ഓതിയിട്ടുണ്ട്. ഇന്നലെ ഭർത്താവിൻ്റെ സഹോദരി കുറച്ച് ദിവസം 2 വർഷത്തോളം അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ഇന്നലെ മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉമ്മക്കും ആ സഹോദരിക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.
ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ. അതുപോലെ ജുവൈരിയ ഷാർജ എന്നവരുടെ ഉമ്മ വാപ്പ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയുടെ മൗഫറത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. 1500 ദിക്ർ, 1500 സ്വലാത്ത്, 1500 ഇസ്തിഗ്ഫാറും ഓതിയിട്ടുണ്ട്, 2 ഖത്തമും ഓതിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ ആമീൻ. സുബൈദ പെരുമ്പാവൂർ ഖത്തം ഓതിയിട്ടുണ്ട്. മാതാപിതാക്കൾ അതുപോലെ ഭർത്താവും ഭർത്താവിൻ്റെ മാതാപിതാക്കൾ മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരുടെയും മൗഫറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് അവരുടെ ഖബറിലേക്ക് അവരുടെ പേരിലാണ് ഖത്തം ഓതിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ എല്ലാവരും ഓതിയ ഖത്തമുകളൊക്കെ അള്ളാഹു കബൂൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ. റഷീദ മുഹമ്മദ് അലി വെളിയത്തുനാട് 3 ഖത്തം ഓതിയിട്ടുണ്ട് വാപ്പാൻ്റെ പേരിൽ, ഭർത്താവിൻ്റെ പേരിൽ. അതുപോലെ വാപ്പാടെ കുടുംബത്തിൽ നിന്നും ഭർത്താവിൻ്റെ വാപ്പ റഷീദ മുഹമ്മദ് അലി വെളിയത്തുനാട് 3 ഖത്തം ഓതിയിട്ടുണ്ട്. ഒന്ന് ഭർത്താവിൻ്റെ വാപ്പ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി മൗഫറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ നമ്മളെ കുടുംബത്തിൽ മരണപ്പെട്ടു എല്ലാവർക്കും മൗഫറത്ത് നൽകട്ടെ. ഓതിയ ഖത്തമിൻ്റെ ഒക്കെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകട്ടെ. നമ്മൾ ഓതിയ എല്ലാ ഖത്തവും ഓരോരുത്തരും ഓതിയ ഖത്തം അതിന് എന്തെങ്കിലും പാകപ്പെടുകൾക്കൊന്നും അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ. അതുപോലെ തന്നെ ഖദീജ തൃശ്ശൂർ 11 ആരാന്നാണോ 11/2 എത്രയോ ഖത്തം അവർ ഓതിയിട്ടുണ്ട്. എത്ര ഖത്തമാണെങ്കിലും അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്ക് മെസ്സേജ് ഇട്ടിട്ടും വിളിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല റിപ്ലൈ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ എത്ര ഖത്തം ഓതിയാന്നുള്ളതെന്ന് അറിയിക്കണം. 11 ഖത്തമെന്നൊക്കെ കണ്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഓതിയ ഖത്തമ് കബൂൽ ചെയ്യട്ടെ. 70,000 സ്വലാത്തും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭർത്താവ്, മറ്റ് കുടുംബാദികൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരുടെയൊക്കെ പേരിൽ ഖത്തം ഓതിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം അവരുടെയൊക്കെ പേരിലാണ് ഓതിയിട്ടുള്ളത്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരൻ രോഗബാധിതനാണ്. ഇവരുടെ ഒരു സഹോദരൻ, ആരുടെ ഖദീജ തൃശ്ശൂരിൻ്റെ സഹോദരൻ രോഗബാധിതനാണ്, സീരിയസ് ആണ്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് ദീർഘായുസ്സും ഹത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ. മിയാത്തുമ്മ വടകര 2 ഖത്തം ഓതിയിട്ടുണ്ട്. മുത്തുനബിയുടെ പേരിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മാതാപിതാക്കൾ, ഭർത്താവ്, മാതാപിതാക്കൾ, ഭർത്താവും അവരുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ലോക മൂമിനാത്തിൻ്റെ ഒക്കെ ഖബറിലേക്ക് അവർ ഖത്തം ഓതിയിട്ടുണ്ട്. നാളെ എൻ്റെ ഖബറിലേക്കും ഒരു ഖത്തം ഓതിയിട്ടുണ്ട്. അങ്ങനെ 2 ഖത്തമാണ് അവർ ഓതിയിട്ടുള്ളത്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഓതിയ ഖത്തമുകളൊക്കെ എല്ലാവരും ഓതിയത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സൈനബ കോട്ടപ്പള്ളി ഖത്തം ഓതിയിട്ടുണ്ട്. മാതാപിതാക്കൾക്കും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ മൗഫറത്തിനൊക്കെ വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മുറാദ് ആസിലാക രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സുഹ്റ വേങ്ങര 2 ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടുപോയ ഉമ്മ, വാപ്പ, ആങ്ങള, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മൗഫറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, കുട്ടികളില്ല. ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി മക്കളുണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള ഖത്തമുൽ ഖുർആൻ മജ്ലിസിലെ ഉമ്മമാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അവർക്കൊരു സന്താനമുണ്ടായി കാണാം. അള്ളാഹു സാലിഹ്യങ്ങളായ സന്താനം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ. റഷീദ കൊല്ലം ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മ, വാപ്പ, സഹോദരന് വേണ്ടി ദുആ ചെയ്യണം. ഈ മാസം വാപ്പാടെ സഹോദരിയുടെ ആണ്ടാണ്. അവർക്ക് മക്കളില്ല. പ്രത്യേകം ദുആ ചെയ്യണം. മുറാദ് ഹാസിലാക്കാൻ, രോഗശമനത്തിന്, അക്ബത്ത് നന്നാവാൻ, ഹജ്ജിനും ഉംറക്ക് പോകാൻ വേണ്ടിയൊക്കെ പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്കും മക്കളില്ല, അതുകൊണ്ട് പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. റഷീദ കൊല്ലം അള്ളാഹു മൗഫറത്ത് നൽകട്ടെ. ഹജ്ജും ഉംറയും പോകാൻ അള്ളാഹു അവർക്കും നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ. അതുപോലെ കണ്ണൂർ പഴങ്ങാടിയിൽ നിന്നൊരു സഹോദരി ഉമ്മാൻ്റെ പേരിൽ ഖത്തം ഓതിയിട്ടുണ്ട്. ഉമ്മാൻ്റെ ആണ്ടാണ്. റഷീദ കൊല്ലം ഹദിയ അയച്ചിട്ടുണ്ട് കേട്ടോ. അള്ളാഹു കബൂലാക്കട്ടെ. ഉമ്മാൻ്റെ ആണ്ടാണ്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സഹോദരി വീട് വെക്കാൻ, ഹൈറായ സ്ഥലം കിട്ടാനും അതിനുള്ള സാമ്പത്തികത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നഫീസ കക്കാട് 2 ഖത്തം ഓതിയിട്ടുണ്ട്. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പേരിലും മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിലും എൻ്റെ ഖബറിലേക്കും വേണ്ടിയും ദുആ ചെയ്യണം. അങ്ങനെയാണ് 2 ഖത്തം ഓതിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തീരെ സുഖമില്ല,
ആശുപത്രിയിൽ അഡ്മിറ്റാകണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അഡ്മിറ്റാകാതെ രോഗശിഫായിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഹദിയ അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സംസാരം തന്നെ വളരെ പ്രയാസപ്പെട്ട, ഒരുപാട് പ്രായം ചെന്നവർ സംസാരിക്കുന്ന രീതിയിലാണ് സംസാരമൊക്കെ കേട്ടത്. അള്ളാഹു അവരുടെ രോഗത്തിന് ശിഫ നൽകട്ടെ. അതുപോലെ നമ്മളിലുള്ള എല്ലാ രോഗികളുടെ രോഗത്തിന് ശിഫ നൽകി ആഫിയത്ത് ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹദിയ അയച്ചിട്ടുണ്ട് അവർ. സീനത്ത് ബീഗം തിരുവനന്തപുരം 3 ഖത്തം ഓതിയിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. മക്കൾക്ക് നല്ല വിവാഹം നടന്നതിൽ ബർക്കത്തിനായി പ്രത്യേകം മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. നൂർജഹാൻ പയ്യോളി വാപ്പാടെ ആണ്ടാണ് ഖത്തം ഓതിയിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. മരിച്ച ഉമ്മ, വാപ്പ, ഏട്ടത്തി തുടങ്ങി കുടുംബത്തിൽ മരിച്ചവരുടെയൊക്കെ മഗ്ഫിറത്തിന് വേണ്ടിയും മുറാദ് ഹാസിലാകാൻ, രോഗങ്ങൾ ശിഫിയാകാൻ, മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ, പ്രയാസങ്ങൾ മാറാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. റംല കാസർഗോഡ് ഓതിയ ഖത്തം ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും മറ്റു കുടുംബാദികളിൽ നിന്നും മരണപ്പെട്ടവരുടെ മഗ്ഫിറത്ത് അവരുടെ പേരിൽ ഹദിയാക്കിയിട്ടുണ്ട്. അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ജമീല ഒതുക്കുങ്ങൽ ഖത്തം ഓതിയിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ടുപോയ ഉമ്മ, വാപ്പ, എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, മറ്റു കൂട്ടുകുടുംബാദികൾ മരിച്ചുപോയവരുടെയൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഭജമീലമ്മ. അതുപോലെ തന്നെ ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഫാത്തിമ കപ്പൂര് ഖത്തം ഓതിയിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും അവരുടെ മഗ്ഫിറത്തിനായി പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അതുപോലെ സാജിദ കബീർ ഖത്തം ഓതിയിട്ടുണ്ട്. സാജിദ കബീറിൻ്റെ ഉപ്പ, അതുപോലെ തന്നെ സഹോദരന്മാർ, ഹസ്ബൻഡിൻ്റെയും സഹോദരന്മാർക്കും വേണ്ടി, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവിടെ ഖബറിലേക്ക് ഓതിയതിൻ്റെയൊക്കെ പ്രതിഫലം എത്തിക്കട്ടെ. എൻ്റെ ഉമ്മാക്ക് സുഖമില്ല, അമ്മോശനും സുഖമില്ല, രോഗശമനത്തിന് മുറാദ് ഹാസിലാകാനൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് ദീർഘായുസ്സ് സിഹത്ത് ഖുവ്വത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അതുപോലെ റസീമ അകലാട് ഖത്തം ഓതിയിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും മഗ്ഫിറത്തിനായി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ നാട്ടികയിലുള്ള ഒരു സഹോദരി ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും മറ്റു കുടുംബാദികൾക്കും അവരുടെ മഗ്ഫിറത്തിനായി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ മൂത്ത മകൻ ഒരു ബിസിനസ് ചെയ്ത് കുറച്ച് പൈസ കിട്ടാനുണ്ട്. ആ കേസിലൊക്കെയാണ് ഉള്ളത്. ഇവരുടെ ഭാഗത്താണ് ന്യായം. പക്ഷേ അവർ കേസ് കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ചു കിട്ടാൻ, അതിനനുകൂലമായ വിധി ഉണ്ടാകാൻ, ഇളയ മകൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിന് ഉന്നത വിജയമുണ്ടാകാൻ, മുറാദ് ഹാസിലാകാനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ റുഖിയ ഹജ്ജുമ്മ പുത്തൂര് ഖത്തം ഓതിയുണ്ട്. അതുപോലെ വിവാത്തുമ്മ, ഇവരൊക്കെ തുടക്കത്തിലുള്ള ഒരു റമളാനിനാണ് നമ്മൾ ഈ മജ്ലിസ് തുടങ്ങുന്നത്. ആ മജ്ലിസിൻ്റെ തുടക്കത്തിലുള്ളവരാണ് ഈ പറയപ്പെട്ടവരൊക്കെ. മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. അവർ 5 ഖത്തം ഓതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഖത്തം മുത്തുനബിയുടെ പേരിൽ, രണ്ടാമത്തെ ഖത്തം അജ്മീർ ഹാജപ്പാപ്പൻ്റെ പേരിലും CM വലിയുള്ളയുടെ പേരിലും, റിഫായി ഷെയ്ഖ് തങ്ങളുടെ തുടങ്ങിയ അമ്പിയാക്കൾ ഔലിയാക്കളിലൊക്കെ പേരിൽ, മൂന്നാമത്തെ ഖത്തം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ, നാലാമത്തെ ഖത്തം അമ്മായിയുടെ ആണ്ടാണ് അപ്പോൾ റബീഉൽ അവ്വൽ 1 അവരുടെ പേരിൽ, അഞ്ചാമത്തെ ഖത്തം അമ്മായിക്കും കാക്കാക്കും വാപ്പ ഉമ്മ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയൊക്കെ പേരിലായിട്ട് അങ്ങനെ 5 ഖത്തം ഓതിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ടുപോയവർക്കുള്ള മഗ്ഫിറത്ത് നൽകട്ടെ. മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കണം. മുറാദ് ഹാസിലാക രോഗശമനത്തിന് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നുസൈബ ബീവി ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ട ഭർത്താവ് അബ്ദുൾ റഷീദിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ആ കുടുംബത്തിന് ആരൊക്കെ മരിച്ചു എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ സഫർ 16-നാണ് ഇവരുടെ ആദ്യത്തെ ആണ്ട്. ആരുടെ? നുസൈബ ബീവിയുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ ആണ്ട് സഫർ 16-നാണ്. അള്ളാഹു അവിടെ ഖബറിലേക്ക് വെളിച്ചമായി ഇതിനൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. ജമീല കൊടുവള്ളി 2 ഖത്തം ഓതിയിട്ടുണ്ട്. ജമീല കൊടുവള്ളി 2 ഖത്തം ഓതിയിട്ടുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയൊക്കെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്ത് അതുപോലെ തന്നെ ഖത്തമും ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.
അതുപോലെ തന്നെ സബിത കോട്ടയം ഖത്തം ഓതിയിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയും മക്കൾക്ക് റാഹത്തായ ജോലി കിട്ടാൻ വേണ്ടിയും മുറാദ് ഹാസിലങ്ക രോഗശമനത്തിനൊക്കെ വേണ്ടി ആവശ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹാഷിം സീക്ക് ഞാൻ 2 ഖത്തം ഓതിയിട്ടുണ്ട്, ഭാര്യ 2 ഖത്തം ഓതിയിട്ടുണ്ട്, അങ്ങനെ 4 ഖത്തം ഓതിയിട്ടുണ്ട്. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിലും ഭാര്യയുടെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയും പേരിലും മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയൊക്കെ മൗഫറത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓതിയിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അവരുടെ ഖബറിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. മക്കളുടെ പഠനത്തിൽ ബറക്കത്തിനും ഹാഷിംകാടെ കുടുംബത്തിൻ്റെയും ജീവിത ഉന്നമനത്തിനൊക്കെ വേണ്ടി മുറാദ് ഹാസിലാക്കാൻ രോഗശമനത്തിനൊക്കെ വേണ്ടി ദുആസിയത്ത് ചെയ്തിട്ടുണ്ട്. ഐഷമ്മ പേരാമ്പ്ര 10,000 ദിക്ർ 10,000 സ്വലാത്ത് ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പ മറ്റു കുടുംബാദികൾ പ്രത്യേകം ദുആ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ. മറിയാമ്മു കൽപ്പകഞ്ചേരി 2016 ഒരു കിഡ്നിയിൽ മുഴ വന്നു, അത് ഒഴിവാക്കി. ആ കിഡ്നി എടുത്തു കളഞ്ഞു. ഇപ്പോൾ 2ാമത്തെ കിഡ്നിയിൽ 2 മുഴ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആദ്യത്തെ കിഡ്നി എടുത്ത് ഒഴിവാക്കിയ ഭാഗത്ത് ശക്തമായ വേദന, സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് പ്രയാസപ്പെടുകയാണ്. നമ്മളെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലുള്ള എല്ലാവരോടും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ കരഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടിട്ടുള്ളത്. അള്ളാഹുയുടെ രോഗങ്ങൾ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഖൈറിൻ്റെ വഴി വിധി അവരുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ഇട്ട് കൊടുക്കട്ടെ. ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞ് മരണത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഉസ്താദേ എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സലാമത്തും ശിഫാവും നൽകട്ടെ. ആദ്യത്തെ ക്യാൻസർ കിഡ്നി എടുത്ത് മാറ്റിയെടുത്ത് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേദന, കിഡ്നി സംബന്ധമായ വേദനയോട് വേദനയാണ്. അള്ളാഹു സലാമത്തും ശിഫാവും നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനൊരു പ്രയാസം വന്നാൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ആ രോഗത്തെയോ രോഗകാരണങ്ങളെയോ ശപിക്കാതെ ചീത്ത പറയാതെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണമാണ് എന്ന് കരുതി ക്ഷമിച്ചാൽ അള്ളാഹു അത് അവനക്ക് ഇബാദത്തിൻ്റെ പ്രതിഫലം നൽകുമെന്നാണ്. രോഗത്തിന് പകരം ഇബാദത്തിൻ്റെ പ്രതിഫലം നൽകുമെന്നാണ്. അത്തരത്തിലുള്ള പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇവരൊക്കെ നമ്മളുടെ കൂടെ ആദ്യമേ ഉണ്ടായിരുന്ന മജ്ലിസിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അല്ലേ. 2ാമത്തെ കിഡ്നി എടുത്ത് കളഞ്ഞ ഭാഗത്ത് ക്യാൻസറാണെന്നാണ് പറയുന്നത്, ശക്തമായ വേദന. പിന്നെ 2ാമത്തെ ആദ്യത്തെ കിഡ്നി എടുത്ത് കൊടുത്താണ് ശക്തമായ വേദന, ക്യാൻസറാണെന്ന് പറഞ്ഞത്. 2ാമത്തെ കിഡ്നി 2 മുഴ, അതും ഓപ്പറേഷൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു വേദനാജനകമായ വേദന നിന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അള്ളാഹു സലാമത്തും ഷിഫാവൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളെ റംലമ്മ അലിയാർ ചെറുവണ്ണൂർ ഓരോ ആഴ്ചയിലും 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ദിക്റും സ്വലാത്തൊക്കെ ചെന്ന ഉമ്മയാണ്. അവർ ഖത്തമോളൊക്കെ ഓതിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ നെഞ്ചരിച്ചൽ മാറാം. നെഞ്ചരിച്ചൽ എന്ന് പറയുമ്പോൾ നിസ്സാരമാണ് നമ്മൾ കേൾക്കുമ്പോൾ, പക്ഷേ ആമാശയത്തിൽ തൊലി പോയിക്കൊണ്ട് പ്രയാസപ്പെടുകയാണ്. നെഞ്ചരിച്ചൽ പ്രയാസം വിഷമൊക്കെ മാറാൻ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ വീടിൻ്റെ കാര്യം റാഹത്താകാൻ വേണ്ടി അതിൻ്റെ വഴികളൊക്കെ തുറന്ന് റാഹത്താകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. മകൻക്ക് റാഹത്തായ ജോലി കിട്ടാൻ, സാലിഹായ ഇണയെ കിട്ടാൻ, അവരുടെ ജീവിതം സന്തോഷത്തിലാകും, കടങ്ങൾ വീടാൻ, അതുപോലെ തന്നെ റംലമ്മയുടെ രോഗശമനത്തിന് ഉറക്കം കിട്ടാനൊക്കെ ഇങ്ങനെ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ ഖത്തമുൽ ഖുർആൻ മജ്ലിസിൽ അവിടെ സലാത്ത് മജ്ലിസിൻ്റെ കുറേ ഗ്രൂപ്പുണ്ട്. അലിയാരുമ്മയുടെ നമ്മൾക്ക് ലക്ഷക്കണക്കിന് സലാത്ത് തരുന്ന ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഉമ്മമാരുടെയും മുറാദുകൾ അല്ലാഹു ഹസ്സലാക്കി ആ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി ജീവിച്ചിരിക്കുന്ന ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ പിന്നെ ഒരു ഖത്തം ഓതിയിട്ടുണ്ട്. ദിക്ർ സ്വലാത്തൊക്കെ ചെയ്യുന്ന അല്ലാഹു കബൂലാക്കട്ടെ. ബദറുന്നിസ കാരക്കുന്ന് 2 ഖത്തം ഓതിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ഉസ്താദിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഖത്തമുൽ ഖുർആൻ മജ്ലിസിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിലേക്ക് ഹദിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മകൻ്റെ വിവാഹം ശരിയാകാൻ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞ അല്ലാഹു സാലിഹ്യങ്ങളായ ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ. ഐഷ തട്ടായിൽ വള്ളികപ്പട്ട ഖത്തം ഓതിയിട്ടുണ്ട്. 10,000 ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ 5000, ഇഖ്ലാസ് 3000. കൂടാതെ ഭർത്താവിൻ്റെ സഹോദരൻ ഇന്നലെ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവർക്കൊക്കെ മരണപ്പെട്ടു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. ഓതിയ ഖത്തമിൻ്റെ പ്രതിഫലമൊക്കെ എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ ഖബറിൽ അനുഭവിക്കുന്ന അള്ളാഹു സലാമത്ത് രക്ഷയുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഓതിയ ഖത്തമുകളിൽ ചെല്ലിയ ദിക്ർ സലാത്തുകൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നവൻ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. സഫിയ ഹസൻ മൂവാറ്റുപുഴ 2 ഖത്തം ഓതിയിട്ടുണ്ട്. സഫർ 8 എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ആണ്ടും
സഫർ 11 വാപ്പാടെ 26ാമത്തെ ആണ്ടുമാണ്. മരണപ്പെട്ടവരുടെ പേരിൽ 5000 ദിക്ർ സൈനബ പയ്യോ 5000 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഖത്തം ഓതിയിട്ടുണ്ട്. മറ്റ് ഹദിയകൾ അതുപോലെ തന്നെ സ്വലാത്തുകൾ സലാമുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ആണ്ട് വരുന്നവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബറിലേക്ക് നമ്മൾ ഓതുന്നതിന് ചെല്ലുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ സൈനബ പയ്യോട് വാപ്പാടെ ആണ്ടാണ്. വാപ്പാക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. അവരുടെ മൗഫറത്തിന് വേണ്ടി, ഖബർ വിശാലതയ്ക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന റാഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി, മുറാദ് ഹാസിലാകാനൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാമനാട്ടുകരയിൽ നിന്ന് ആമിന KV എന്ന് പറയുന്ന സഹോദരി 2 ഖത്തം ഓതിയിട്ടുണ്ട്. അവരുടെ വാപ്പയും ഉമ്മയും ഉസ്താദിൻ്റെ വാപ്പയും ഉമ്മയും സഹോദരങ്ങളും മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പേരിൽ അവരുടെ മൗഫറത്തിന് വേണ്ടി ദ്വാരക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹദിയയും അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഇതുവരെ പേര് വായിച്ച ആളുകൾ, ഇന്നലെ പേര് വായിച്ചവർ, മിനിഞ്ഞാന്ന് പേര് വായിച്ചവർ, 4ാന്ന് പേര് വായിച്ചവർ, ഹദിയ അയച്ചു തന്നവർ എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എത്ര ഖത്തം ഓതിയിട്ടുണ്ടോ ആ ഖത്തമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പെട്ടവർക്ക് വന്നു അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഖത്തമുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആർക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്. അബൂബക്കർ മലപ്പുറം 2 ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പ അമ്മോശൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ മൗഫറത്തിന് വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. മകന് റാഹത്തായ ജോലിയും വിവാഹവും ശരിയാകാൻ വേണ്ടി, പഠിക്കുന്ന മക്കളുടെ പഠനത്തിൽ പുരോഗതിക്കും വേണ്ടി ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ലൈല ബീവി നെടുമങ്ങാട് ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകം മരണപ്പെട്ടു പോയവരുടെ മൗഫറത്തിന് വേണ്ടി, മുറാദ് ഹാസിലായ രോഗശമനത്തിന് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. സൂറമ്മ കണ്ണൂർ വാപ്പ ഉമ്മ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. ഖദീജമ്മ കൊണ്ടോട്ടി ഭർത്താവിൻ്റെ ആണ്ടാണ്. പിന്നെ 51 തബാറക്ക് 61 യാസീന് 10000 ദിക്ർ 30000 സ്വലാത്ത് ഒക്കെ ചൊല്ലിയിട്ടുണ്ട്. ഖത്തം ഓതിയിട്ടുണ്ട്. മറ്റു മുറാദുകൾ ഹാസിലാകാൻ ഹദിയ അയച്ചിട്ടുണ്ട്. പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഐഷമ്മ കാസർഗോഡ് 3 ഖത്തം ഓതിയിട്ടുണ്ട്. മുത്തുനബിയുടെ പേരിൽ വരണം, ഉമ്മാൻ്റെ പേരിൽ വരണം, വാപ്പാൻ്റെ മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ വരണം. ഹദിയ അയച്ചിട്ടുണ്ട്. മുറാദ് ഹാസിലാക്കാൻ രോഗശമനത്തിന് ഒക്കെ പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. പിയാത്തുമ്മ വടകര ഖത്തം ഓതുന്നുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ലോക മുഅ്മിനീൻ മുഅ്മിനാത്തിൻ്റെ പേരിൽ ഖത്തം ഓതിയിട്ടുണ്ട്. ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. സുലൈഖ തിരുവല്ല ഹദിയ അയച്ചിട്ടുണ്ട്. പിന്നെ മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ പഴയങ്ങാടിൽ നിന്ന് സഹോദരി 5 ഖത്തം ഓതിയിട്ടുണ്ട്. 2 സ്വന്തം നഫ്സിനും മുത്തുനബിക്ക് 1 ഉമ്മാക്കും മറ്റു മരണപ്പെട്ടവർക്കും വേണ്ടിയിട്ടും അങ്ങനെ ഓതിന് 41 ഖത്തമായി സ്വന്തം നഫ്സിനായി ഓതുന്നത് പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മലിഹാബി കൊല്ലം 3 ഖത്തം ഓതിയിട്ടുണ്ട്. 2 ഖത്തം ഭർത്താവിൻ്റെ ഖബറിലേക്കും മരണപ്പെട്ടു പോയ പിന്നെ മരണപ്പെട്ടുപോയവരുടെയൊക്കെ പേരിലാണ് ഓതിയിട്ടുള്ളത്. അള്ളാഹു അവർക്കൊക്കെ മൗഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു ഖത്തം കൊച്ചുമോൻ്റെ അസുഖം ശിഫയാകാൻ മാറാൻ നിയ്യത്ത് ചെയ്ത് അജ്മൽ ഖാജ പാപ്പാൻ്റെ പേരിൽ ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഹൈഷാബി പൂവാറ്റുപറമ്പ് 2 ഖത്തം ഓതിയിട്ടുണ്ട്. മുത്തുനബിയുടെ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെയൊക്കെ പേരിൽ വഴങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 1 ഖത്തം ഭർത്താവിനും മാതാപിതാക്കൾ കുടുംബാദികൾക്കും രോഗങ്ങൾ മാറാൻ, ഓപ്പറേഷൻ ഇല്ലാതെ അസുഖം സുഖമാകാൻ, മകന് റാഹത്തായി ജോലി ശരിയാകാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദീജ ഹജ്ജുമ്മ 2 ഖത്തം 1 മുത്തുനബിക്കും 2 ഭർത്താവിനും, എൻ്റെ മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, മറ്റു മരണപ്പെട്ടു പോയ കുടുംബാദികൾ, മക്കളുടെ അവരുടെയൊക്കെ മൗഫറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ കച്ചവടത്തിലും കൃഷിയിലും ബർക്കത്തിനൊക്കെ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സുഹ്റമ്മ കണ്ണൂർ സഹോദരൻ ഇന്നലെ മരണപ്പെട്ടു. റജൂൻ ഉമ്മാൻ്റെ മോള് ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു. ഭർത്താവിൻ്റെ 2 മുമ്പ് മരണപ്പെട്ടു. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഇതിൻ്റെ ഇടയിൽ അവർ 4 ഖത്തം ഓതിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. ഉമ്മ, ഉപ്പ, ഭർത്താവ്, മറ്റു കുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടു അവരുടെയൊക്കെ മൗഫറത്ത് ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദിയ അയച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി കൊല്ലവും ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ മൗഫറത്തിന് വേണ്ടി ഖുർആനും ഖത്തം ഓതുന്നുണ്ട്.
ബിയാത്ത് വടകര ഖത്തം ഓതുന്നുണ്ട്, ഹദി അയച്ചിട്ടുണ്ട്, പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. റഷീദ മൈസൂർ ഹദി അയച്ചിട്ടുണ്ട്, ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന്, മുറാദ് ഹാസിനായ രോഗശമനത്തിന്, ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യ ആഫിയത്തിന് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റഷീദ മൈസൂർ 4 ഖത്താണ് ഓതിക്കണേ. മരണപ്പെട്ട പിതാവ്, ഭർത്താവ്, മറ്റു കുടുംബാദികൾക്ക്, ഉമ്മാക്ക് ആരോഗ്യത്തിന് ആഫിയത്തിന് മുറാദ് ഹാസിലാകാനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സുബൈദ കൈപ്പൊങ്ങലം ഖത്തം ഓതിയുണ്ട്. ഉമ്മ, വാപ്പ, ഭർത്താവ്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീവി വളാഞ്ചേരി 2 ഖത്തം ഓതിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ തുടങ്ങി കുടുംബത്തിൽ മരണപ്പെട്ടുപോയവരുടെ പേരിൽ ദ്വാരക്ക പറഞ്ഞിട്ടുണ്ട്, ഹദിയ തന്നിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്. മുറാദ് ഹാസിനാക്ക് രോഗശമനത്തിനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ സഫിയ ബീവി തിരുവനന്തപുരം ഖത്തം ഓതിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മഗ്ഫിറത്തിന് വേണ്ടി, മുറാദ് ഹാസിനാക്ക് രോഗശമനത്തിനൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. സുലീഹ വളാഞ്ചേരി 4 ഖത്തം ഓതുന്നുണ്ട്. അംബിയാ മുർസലീങ്ങൾ പേരിൽ 1, 2 മുത്തുനബിയുടെ പേരിൽ, 3 മരണപ്പെട്ട കുടുംബത്തിൽ നിന്നപ്പെട്ട എല്ലാവരുടെയും പേരിൽ, സ്വന്തം നഫ്സിന് വേണ്ടി ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്, ഹദിയ അയച്ചു തന്നിട്ടുണ്ട്, പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആമിന കോയമ്പത്തൂർ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് രോഗശമനത്തിന് ഖുർആൻ ഓതിൻ്റെ ഖത്തം ഓതിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ സുബൈദ പെരുമ്പാവൂർ സ്വലാത്ത് ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ട ഭർത്താവ്, മാതാപിതാക്കൾ, കുടുംബാദികൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പറയപ്പെട്ട കുട്ടിയുടെ കേട്ടോ, പിന്നെ സുബൈദ പെരുമ്പാവൂർ, അവരിൽ നിന്ന് ഉമ്മയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തിന്, മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഖദീജ നീലേശ്വരം അവരും ഖത്തം ഓതുന്നുണ്ട്. മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. 38 യാസീന്, 12 സ്വലാത്ത്, 100 ആയത്തുൽ കുർസി, 1000 ഇഖ്ലാസ് പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഖദീജമ്മ അമയിൽ ഖത്തം ഓതുന്നുണ്ട്. ആങ്ങളയുടെ 18 വയസ്സുള്ള പേരക്കുട്ടി മരണപ്പെട്ടു, റാജിഊൻ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിക്ർ സ്വലാത്ത് ആഖിബത്ത് നന്നാവാൻ, രോഗശമനത്തിനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു ഇതുവരെ ഹദിയ അയച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഉമ്മയുടെ ഉപ്പയുടെ പേരിൽ സാമ്പത്തികമായ സദഖകൾ നൽകിയവർ, മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെയൊക്കെ പേരിൽ ഹദിയകൾ നാട്ടിൽ കൊടുത്തത്, പാവപ്പെട്ടവരിൽ കുടുംബങ്ങളിൽ കൊടുത്തത്, ഖത്തമുൽ ഖുർആൻ മജ്ലിസിലേക്ക് അയച്ചു തന്നവർ എല്ലാവരും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഹിയത്തിലും പരത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ സൈനബ വടകര ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. നബീസ കാസർഗോഡ് 4 ഖത്തം ഓതിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ പേരിൽ, ഉമ്മാൻ്റെ പേരിൽ, റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വന്തമായിട്ട് ഖത്തം ഓതിയിട്ടുണ്ട്. രോഗശമനത്തിന്, മുറാദ് ഹാസിലാകാൻ ഒക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. കൗലത്ത് പെരുമ്പാവൂർ 3 ഖത്തം ഓതിയിട്ടുണ്ട്. 1 അവർ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്, ഭർത്താവിനും അതുപോലെ തന്നെ മകനും വേണ്ടി മുത്തുനബിയുടെ പേരിൽ 1 ഖത്തം, അതുപോലെ തന്നെ മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അവർക്കൊരു വീടും സ്ഥലവും ശരിയാകാൻ, മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ സൂറ പടിഞ്ഞാട്ടുമുറി 3 ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ എല്ലാവരുടെയും മഗ്ഫിറത്തിന് വേണ്ടി, ഭർത്താവ്, ഉമ്മ, വാപ്പ, ആങ്ങള, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ തുടങ്ങി എല്ലാവരുടെയും മഗ്ഫിറത്തിന് വേണ്ടി, മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. കൊച്ചുറാബിയ പുത്തഞ്ചിറ ഹദിയ അയച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ്, എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും മറ്റു കുടുംബാദികൾക്കും അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കണ്ണിന് കാഴ്ചശക്തി തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഓതാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ റംലത്ത് പാലക്കാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഹദിയ അയച്ചിട്ടുണ്ട്. മുറാദ് ഹാസിലാക രോഗശമനത്തിന്, മകളുടെ ജോലി റാഹത്താകാൻ, മാമൻ്റെ മകന് ക്യാൻസർ വന്ന് കീമോ ചികിത്സയിലാണ്, പരിപൂർണ്ണ ശിഫാഇനും സഹിക്കാനും ക്ഷമിക്കാനുള്ള മനക്കരുത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നഫീസുമ്മ ആമനന്നൂര് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മാതാപിതാക്കൾ, അതുപോലെ തുടങ്ങിയ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദിക്ർ സ്വലാത്ത്, അതുപോലെ തന്നെ 4790 സ്വലാത്ത്, 6776 ദിക്ർ അങ്ങനെ തുടങ്ങി ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ടുണ്ട്. 9810 പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന്, മുറാദ് ഹാസിലാക്കാൻ. പിന്നെ സൂറമ്മ 700 3 ഖത്തം ഓതിയിട്ടുണ്ട്. 1 മുത്തുനബിയുടെ പേരിൽ, 2 ഭർത്താവ്
മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കൾ മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ഖത്തം ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഖത്തം എൻ്റെ മഹലിൽ കുറേ കാലം ഖത്തീബായി നിന്ന ഒരു ഉസ്താദിൻ്റെ അവരുടെ പേരിലാണ് ഓതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഫാത്തിമാബി വേലംകുളം ഹദിയ അയച്ചിട്ടുണ്ട്. ഈ സൂറമ്മയും ഹദിയ അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അയച്ചിട്ടുണ്ട് മരണപ്പെട്ടവരുടെ മൗഫറത്തിന് മുറാദ് ആസിന രോഗശമനത്തിനൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. പി ചുമ്മ കാടാമ്പുഴ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് പ്രഷർ കൂടുതലാണ്, ഷിഫായിന് വേണ്ടി പ്രത്യേകം ദ്വാവസിയത്ത് ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. രോഗങ്ങൾ മാറാൻ മുറാദ് ഹാസിലാക്കാനൊക്കെ ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട്. സുലൈഖ വളാഞ്ചേരി 4 ഖത്തം ഓതിയിട്ടുണ്ട്. മുത്തുനബിയുടെ പേരിൽ അംബിയാ മുർസലീങ്ങളുടെ പേരിൽ മരണപ്പെട്ടു പോയവർക്ക് മാതാപിതാക്കളടക്കമുള്ളവർക്ക് 4 ഖത്തമുൽ ഖുർആൻ്റെ കൂടെ ഓതിക്കൊണ്ടിരിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടവരുടെയൊക്കെ പേരിലൊക്കെ അതിൽ 4 ഖത്തം ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പേരക്കുട്ടിക്ക് കണ്ണിന് പ്രഷറിൻ്റെ പ്രശ്നമുണ്ട്, അത് ഷിഫിയാക്കാനും മകൻ്റെ ജോലിയിൽ ബർക്കത്തിനായും ആഫിയത്ത് ദീർഘായുസ്സത്തിനൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമീറ സലീം നെടുമ്പാശ്ശേരി ഹദിയ അയച്ചു തന്നുണ്ട്. 90 വയസ്സുള്ള ഉമ്മയും വയ്യാതിരിക്കുകയാണ്, അതുപോലെ ഒരു സഹോദരിയും വയ്യാതിരിക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ഹത്ത് കൂത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ മുറാദ് അള്ളാഹു വാസിലാക്കി നൽകട്ടെ. രോഗങ്ങൾക്കുള്ള ശിഫ നൽകി അവരുടെ ആ മകളുടെയും അവരുടെയും ഒക്കെ പ്രയാസത്തിന് അള്ളാഹു എത്രയും പെട്ടെന്ന് സലാമത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ മക്കൾക്ക് വിവാഹം നടക്കാൻ സാലിയായ ഇണകൾ കിട്ടാൻ ഐഷ തലശ്ശേരി ഒരു ഖത്തം ഓതിയുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ ഉമ്മ ഉപ്പ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുടുംബത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാക്കാൻ, കടങ്ങൾ വീടാനും ഉംറക്ക് പോകാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഹാഷിബ് കൊച്ചി മരണപ്പെട്ടുപോയവരുടെ മൗഫറത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഉമ്മ വാപ്പ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ ഭാര്യയുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെയൊക്കെ മൗഫറത്തിന് ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മാന്യമായ ഹദിയൊക്കെ അയച്ചു തന്ന ഒരു വ്യക്തിയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. റഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. UAE ലൈസൻസ് കിട്ടാൻ വേണ്ടി മകന് UAE ലൈസൻസ് കിട്ടാനുള്ള ഫയലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരാതെ എത്രയും പെട്ടെന്ന് ലൈസൻസ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുലൈഖ പൊട്ടച്ചിറ 2 ഖത്തം ഓതിയുണ്ട്. 1 മുത്തുനബി ബദരീങ്ങൾ അമ്പിയാക്കൾ ഔലിയാക്കളുടെ പേരിൽ, 2 കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പ അടക്കമുള്ളവരുടെയൊക്കെ പേരിൽ ഒക്കെ കൂടിയിട്ട് 2 ഖത്തം ഓതിൻ്റെ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഉസ്താദിൻ്റെ മാതാപിതാക്കൾക്കും ഖത്തമുൽ ഖുർആനിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ പേരിൽ ഹദിയാക്കിയിട്ടുണ്ട് ഓതിയ ഖത്തമ്. പേരക്കുട്ടിയുടെ കഴുത്ത് ഉറക്കാൻ, കാലിൻ്റെ എല്ലിൻ്റെ വളവ് ശരിയാകാൻ, മുറാദ് ഹാസിലാകാൻ, രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പിന്നെ മുബഷിറ എന്ന് പറഞ്ഞ എൻ്റെ സ്റ്റുഡൻ്റാണ്. അതിൻ്റെ കുട്ടീനെയാണ് കഴുത്തുറക്കാത്തത്. അതുപോലെ കാലൊക്കെ ബെൽറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത്, വളഞ്ഞു പോയിട്ട്. അപ്പോൾ അതൊക്കെ നേരാവാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട്. അള്ളാഹു സലാമത്ത് ഷിഫൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബദറുന്നിസ കാരക്കുന്ന് ഹദിയ അയച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ മൗഫറത്തിന് മുറാദ് ഹാസിലാ രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ ബീവി ഏലംകുളം ഖത്തം ഓതിയുണ്ട്. മരണപ്പെട്ടുപോയ ഉമ്മ വാപ്പ മറ്റു കുടുംബാദികൾ മരണപ്പെട്ടുപോയവരുടെ മരണപ്പെട്ടുപോയവരുടെ മൗഫറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചു തന്നുണ്ട്. മുറാദ് ഹാസിലാക രോഗശമനത്തിനൊക്കെ ദുആവസിയത്തുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹഫ്സത്ത് തളിപ്പറമ്പ് 5 ഖത്തം ഓതിയുണ്ട്. ഹദിയ അയച്ചു തന്നുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടുപോയവരുടെ മൗഫറത്തിന് വേണ്ടി, രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി, മൈഷത്തിന് മേഖലയൊക്കെ ബർക്കത്തിന് വേണ്ടി ദുആവസിയത്തുണ്ട്. സീനത്ത് മാറ്റുപുഴ ഹദിയ അയച്ചിട്ടുണ്ട്. മൂത്ത മകന് ഇന്ന് ഗൾഫിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഖൈറാണെങ്കിൽ ആ ജോലി ലഭിക്കാനും, അല്ലെങ്കിൽ നല്ല ഖൈറായ ജോലി എത്താനൊക്കെ വേണ്ടി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാലിൽ വെരിക്കോസിൻ്റെ അസുഖമുണ്ട്, മറ്റ് പ്രയാസങ്ങൾ മാറാനും പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. സബിന കോഴിക്കോട് 3 ഖത്തം ഓതിയുണ്ട്. എൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ സഹോദരി, ഭർത്താവിൻ്റെ ഉപ്പ എന്നിവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, ഉപ്പയുടെയും സഹോദരിയുടെയും ആണ്ട് മാസമാണ് സഫർ, പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ ഖത്തം ഓതിയത് നമ്മൾ വായിച്ചു. ഇനി വായിച്ചതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ
മരണപ്പെട്ടു പോയവർ എന്നൊക്കെ പറയുന്നതോട് ചിലപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഖത്തം ഓതിയിട്ടുണ്ട്, ഹദിയകൾ അയച്ചു തന്നിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനുമായി കുറേ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കൺകുളിർമയുള്ള ഒരു ഇബാദത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആരൊക്കെ ഹദിയ അയച്ചെന്ന് അവരുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്വതക്ക ചെയ്യാൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളിന്ന് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ മക്കളെ കുട്ടികളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഹദിയകൾ ചെയ്യേണ്ടത്. നല്ലതാണ്. ഇന്നലെ നാളെ നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ പേരിൽ അവരൊക്കെ ഹദിയ ചെയ്തു കൊടുക്കുക. അത്തരത്തിലുള്ളൊരു ഹദിയായി നാളെ നമ്മളെ ഖബറിലേക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഹദിയകളായി അള്ളാഹു നമ്മൾ നൽകിയ ഹദിയകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ശഫാത്ത് ലഭിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഖത്തമ് തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ആരൊക്കെ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു പ്രത്യേകം നന്മ ചെയ്യട്ടെ. ഈ ഖത്തമ് തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിലായി നമ്മൾ ഖത്തമുൽ ഖുർആൻ മജ്ലിസിൽ ഓതിയവരുണ്ട്, ഓതപ്പെട്ടവരുടെ ഭർത്താവുണ്ട്, ഓതിയുന്നവരുടെ ഭാര്യമാരുണ്ട്, കുടുംബങ്ങളുണ്ട്. ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ അടുക്ക് വിളിക്കുകയൊക്കെ ചെയ്യാതെ മരണപ്പെട്ടു പോയി. അതുപോലെ പലവരും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ മരിച്ചുപോയവരുണ്ട്. അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മൾ ഈ ഓതിയതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ട ഖബറിൽ കിടന്ന് സന്തോഷിക്കുക അല്ലാതെ തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ മജ്ലിസ് ഇങ്ങനെ തുടങ്ങിയത്. എൻ്റെ ഉമ്മാക്കും എൻ്റെ വാപ്പാക്കും എൻ്റെ സഹോദരനും എൻ്റെ അമ്മാശനും എൻ്റെ ഉസ്താദുമാർക്കും എൻ്റെ ഭാര്യയുടെയും എൻ്റെയും ഉമ്മ വയ്ക്കും ഉപ്പ വയ്ക്കും മരിച്ചു എല്ലാവർക്കും എന്നെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, മകളുടെ വിവാഹത്തിന് വീട് വെക്കാൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മനസമാധാനം, ശാന്തി, റാഹത്ത്, ഇസ്സത്ത്, ഖുവ്വത്ത് അതൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ ഖിലാസ് മുഹമ്മദ് ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. താജുന്നിസ ബീവി കണിയാപുരം 4 ഖത്തം ഓതിയിട്ടുണ്ട്. ഭർത്താവ് 1 ഖത്തം ഓതിയിട്ടുണ്ട്. അങ്ങനെ 5 ഖത്തം ഓതിയിട്ടുണ്ട്. 2 ഞങ്ങളുടെ തടിക്ക് വേണ്ടി, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഖബറിലേക്ക് വേണ്ടി ഓതിയതാണ്. പിന്നെ 3 മുത്തുനബിയുടെ പേരിൽ, 4 കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പേരിൽ, 5 നമ്മുടെ താജുന്നിസ ബീവിയുടെ നാത്തൂന് ഭർത്താവിൻ്റെ സഹോദരി മരണപ്പെട്ടു. 15 ദിവസമായി അവരുടെ പേരിൽ ഖത്തം ഓതിയിട്ടുണ്ട്. ഇങ്ങനെ 5 ഖത്തം ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ ഖിലാസ് മുഹമ്മദ് ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ബിഗ്ഫിർ ലി. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس.
آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. سبحان المبدئ سبحان الباقي سبحان المضي سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله لنا حجة يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا واصلح لنا دنيا التي فيها معاشنا واصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم اجعل خير أعمالي اللهم اجعل خير أمرنا آخره وخير عملنا خواتمه وخير أيامنا يوم ألقاك فيه. اللهم إنا نسألك عيشة هنية وميتة سوية ومردا غير مخز ولا فاضح. اللهم إنا نسألك خير المسألة وخير الدعاء وخير النجاح وخير العلم وخير العمل وخير الثواب وخير الحياة وخير الممات. وثبتنا وثقل موازيننا وحقق إيماننا وارفع درجاتنا وتقبل صلاتنا واغفر خطيئاتنا وأسألك العلا من الجنة. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم اقسم لنا من خشيتك ما نهول به بيننا وبين معصيتك ومن طاعتك ما تبلغنا بها جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا بأسمائنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعله ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين. പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളോതിയതായ പരിശുദ്ധമായ ഖത്തമുൽ ഖുർആനിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു ഒരു ഖത്തമോദിയവരുണ്ട്, 2 ഖത്തമോദിയവരുണ്ട്, 3 ഖത്തമോദിയവരുണ്ട്, 4 ഖത്തമോദിയവരുണ്ട്, 5 ഖത്തമോദിയവരുണ്ട്. അള്ളാഹു അതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പുഴലൊക്കെ വന്നവന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഓതിയവരുടെ ഖബറിലേക്ക് നാളെ ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാഹ്. ഇന്നതിൻ്റെ മിസ്ലി സവാബിന് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ അംബിയാക്കൾ മുർസലീങ്ങൾ അവരുടെ അനുചരന്മാർ അവരുടെ സ്വഹാബത്ത് കിറാമിൻ്റെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാൻ
റഹ്മാനായ റബ്ബെ അഹ്ലു ബൈത്തിൻ്റെ ഹളറത്തിലേക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഉഹദീങ്ങളുടെ ഖന്ദഖീങ്ങളുടെ ഹുനൈനീങ്ങളുടെ തബൂക്കീങ്ങളുടെ ഒക്കെ എല്ലാ സ്വഹാബത്തെ കിറാമിൻ്റെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ സുൽത്താനുൽ ഔലിയ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സുൽത്താനുൽ ആരിഫീന ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അജ്മീർ ഏർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള ഔലിയാക്കളുടെ ഹളറത്തിലേക്ക്, ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള സഹാബത്തിൻ്റെ ഹളറത്തിലേക്ക്, ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ ഹളറത്തിലേക്ക്, എല്ലാ ഔലിയാക്കളുടെ ഹളറത്തിലേക്ക്, ഞങ്ങൾ ഫാത്തിഹ ഓതുന്നതായ ഔലിയാക്കളുടെ ഹളറത്തിലേക്ക്, ഞങ്ങളുടെ മശായിഖന്മാരുടെ ഹളറത്തിലേക്ക്, സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ സുദ്ദീഖീങ്ങൾ ശുഹദാക്കൾ എല്ലാ ഖൈറിൻ്റെ അഹ്ലുകാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അള്ളാഹു അവരുടെ ദറജകളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഈ പാപികളായ ഞങ്ങളുടെ ഖത്തമ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ദിക്ർ സ്വലാത്തുകൾ, ഞങ്ങളെ ഇബാദത്തുകൾ, ഞങ്ങളെ ദുആ പ്രാർത്ഥന ആമീൻ പറയുന്നതെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മരണം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഈ മഹാന്മാരുടെയൊക്കെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ നിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് ദുനിയാവും ആഖിറവും നീ വിജയത്തിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ നിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഈ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ തഖ്വ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ കുടുംബജീവിതം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവേ നിൻ്റെ മഹദ് ഫദ്ലിന് ഈ മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാ നിൻ്റെ താഴത്തിനും പൊരുത്തത്തിനുമായുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇവരുടെയൊക്കെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിൻ്റെ മഹദ് ഫദ്ലിന് ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, കണ്ണീരുകളുണ്ട് റബ്ബേ. അതൊക്കെ നീക്കിത്തരാൻ പറ്റിയവൻ നീ മാത്രമാണ് റബ്ബേ. ഞങ്ങളെ സങ്കടങ്ങൾ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ മശക്കത്തുകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അള്ളാഹുവെ മാനസിക പിരിമുറുക്കങ്ങൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ റബ്ബേ എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. ഞങ്ങളുടെ സാമ്പത്തികരുടെ മേഖലയിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബേ. അവരുടെ ജോലികളിലൊക്കെ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ. റാഹത്തുള്ള ജോലി കിട്ടാൻ വേണ്ടി, റാഹത്തുള്ള ശമ്പളം കിട്ടാൻ വേണ്ടി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആണും പെണ്ണും ഒക്കെ ഉണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ഖൈറായ ജോലി നൽകണേ അല്ലാ. ഇസ്സത്തുള്ള ശമ്പളം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ മാന്യമായി പോറ്റാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും അതിൽ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഓതിയ ഖത്തമുകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, ദിക്റുകൾ, യാസീനുകൾ, ഫാത്തിഹകൾ, ഖലാസുകൾ, തസ്ബീഹുകൾ റബ്ബേ ഇതിൻ്റെയൊക്കെ സവാബിന് മിസ്ലി സവാബിന് റബ്ബേ ഞങ്ങളുടെ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പയുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താവിൻ്റെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളുടെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സഹോദരന്മാരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അമ്മായിമ്മയുടെ ഖബറിടത്തിലേക്ക്, അമ്മാശൻ്റെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ ഭാര്യയുടെയും ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ഞങ്ങളുടെ ഭർത്താവിൻ്റെയും ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മരുമക്കളുണ്ട് റബ്ബേ. അവരുടെ ഖബറിടത്തിലേക്ക് പേരക്കുട്ടികളുണ്ട്. അവരുടെ ഖബറിടത്തിലേക്ക് ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവരുണ്ട്, ഭക്ഷണം നൽകിയവരുണ്ട്, വസ്ത്രം നൽകിയവരുണ്ട്. അവരുടെ ഖബറിടത്തിലേക്ക് ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച ഞങ്ങൾ ഉസ്താദുമാരുണ്ട്. അവരുടെ ഖബറിടത്തിലേക്ക് റബ്ബേ ഞങ്ങളുടെ പള്ളികളുടെ പള്ളിക്കാടുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തിൻ്റെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ലോക മുഅ്മിനും മുഅ്മിനാത്തിൻ്റെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവിടെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അവർക്കും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ
നൽകണേ റഹ്മാൻ. അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ എന്ത് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ ആരുടെയൊക്കെ പേരിലാണോ ഖത്തം ഓതിയിട്ടുള്ളത് റബ്ബേ ആ ഖത്തമൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. അവരാ ഖത്തമിൻ്റെ പ്രതിഫലം ഇന്ന ആളുകളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിച്ച് നൽകണേ എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. നീ അത് എത്തിച്ച് നൽകണേ അല്ലാ. അത് തന്നെയാണ് ഖത്തം വഴങ്ങൽ റബ്ബേ. ആ പ്രിയപ്പെട്ടവരിൽ വന്നുപോയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി അവരോധിയ ഖത്തം റബ്ബേ അവരുദ്ദേശിച്ച ആളുകളിലേക്കും ലോക മുസ്ലിമാത്തിൻ്റെ മുഅ്മിനാത്തിൻ്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാ. റബ്ബേ ഖത്തമുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങിയിട്ട് 1920 ദിവസങ്ങളായി, 22 ദിവസമായി. ഇന്ന് 23ാമത്തെ ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ കുറച്ച് സമയമെങ്കിലും ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ റബ്ബേ അവരുടെ കുടുംബങ്ങൾ മരണപ്പെട്ടു പോയവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല. അവരുടെ ഖബറിടത്തിലേക്കൊക്കെ ഇതിൻ്റെ പ്രതിഫലം നൽകണയല്ല റബ്ബേ. ഇന്ന് 1922ാമത്തെ ദിവസമാണ്, 23ാമത്തെ ദിവസമാണ്. ഇതിൽ 1ാമത്തെ ദിവസത്തിൽ പങ്കെടുത്തവരും ഈ മജ്ലിസിലുണ്ട്. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ പെരുന്നാളുകൾ വന്നുപോയി, മരണങ്ങൾ വന്നുപോയി, കല്യാണങ്ങൾ വന്നുപോയി, എന്നിട്ടും നിൻ്റെ പരിശുദ്ധമായ കലാമായ ഖുർആനോത്ത് ഞങ്ങൾ നിർത്തിയില്ല അള്ളാഹു. ഏത് ദിക്കിലും തിരക്കിലുമാണെങ്കിലും അതൊക്കെ കഴിഞ്ഞ് സാവധാനം ഞങ്ങളത് ഓതിയിട്ടല്ലാതെ കിടന്നുറങ്ങിയിട്ടില്ല. ഇനിയെങ്ങാനും ഒരു ദിവസം ഓതാൻ വിട്ടുപോയാൽ മറ്റൊരു ദിവസം ഓതി അതൊക്കെ അള്ളാഹു വീട്ടിക്കൊണ്ട് ഞങ്ങളെ ഖത്തം പൂർത്തീകരിച്ചവരാണ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ല. ഞങ്ങളെ മനസ്സിലെ വേദനകളൊക്കെ മാറ്റിത്തരണേ അല്ല. ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളൊന്ന് മരണപ്പെട്ടു പോയവർ ഇതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ട ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഖിയാമത്ത് നാൾ വരെ അവരുടെ ഖബറിലേക്കുള്ള നേരം പോക്കായ അമലായി ഒരു കൂട്ടുകാരനായി ഈ സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ഓതിയ ഖത്തമുകളൊക്കെ എത്തിക്കണേ അല്ലാ. നാളെ ഖബറിലേക്ക് ഞങ്ങളും വരുമ്പോൾ 6 അടി മണ്ണിൻ്റെ ഇരുട്ടറയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഓതിയ ഖത്തമുകളുടെയൊക്കെ പ്രകാശം കൊണ്ട് ആ ഖബറുടെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ആരാരും ഇല്ലാത്ത ഖബറിൽ ഞങ്ങളെ അമലുകളൊക്കെ ഞങ്ങൾക്ക് നീ കൂട്ടുകാരാക്കി നേരം പോക്കാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ഖത്തമുൽ ഖുർആൻ്റെ മജ്ലിസിലേക്ക് ഹദിയകൾ അയച്ചവരുണ്ട്. മരണപ്പെട്ടുപോയ ഉമ്മയുടെ പേരിൽ ഹദിയ അയച്ചവരുണ്ട്. ഉപ്പയുടെ പേരിൽ, ഭർത്താവിൻ്റെ പേരിൽ, ഭാര്യയുടെ പേരിൽ, സഹോദരങ്ങളുടെ പേരിൽ, മക്കളുടെ പേരിൽ റബ്ബേ അല്ലാ. അതിൻ്റെയൊക്കെ സ്വതക്കകളൊക്കെ പ്രതിഫലം ആ മരണപ്പെട്ടുപോയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ പ്രതിഫലമൊക്കെ കണ്ടുകൊണ്ട് ആ ഖബറിൽ കിടന്ന് അവർക്ക് നീ സന്തോഷിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നാളെ ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങളുടെ ഖബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. റബ്ബേ ഖത്തമുൽ ഖുർആനുമായി അന്നു മുതൽ ഇന്ന് വരെ സഹകരിച്ചവർ റബ്ബേ ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്തവർ, ഈ മജ്ലിസിലേക്ക് ആളെ കൂട്ടിയവർ, ഈ മജ്ലിസിൽ ആളെ കൂട്ടി വന്ന് ഖുർആൻ ഓതിയവർ, ഓതിപ്പിച്ചവരെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് അല്ലാ പല ആളുകളും ചീരണികൾ ഇവിടെ വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട് റബ്ബേ. ഇതൊക്കെ ഒരു ഔഷധമാക്കി തരണേ അല്ലാ. ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ, ചീരണി കഴിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും റാഹത്ത് നൽകണേ അല്ലാ. വെച്ചിട്ടുള്ള വെള്ളം പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മജ്ലിസിൽ വെച്ച വെള്ളമാണ്. അതും ഖത്തമുൽ ഖുർആൻ മജ്ലിസിൽ ഖത്തം വഴങ്ങുന്ന മജ്ലിസിൽ വെച്ച വെള്ളമാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അതിന് അർഹമായ അതിന് ഔഷധം നൽകി റബ്ബേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ അത് ഔഷധമായി ഉപയോഗിക്കാനും ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫയാക്കി തരണേ അല്ലാ. നീ ശിഫയാക്കി നൽകണേ അല്ലാ. പല ഉമ്മമാരും കിടപ്പിലാണ് റബ്ബേ. ഒരു കിഡ്നി മുറിച്ച് മാറ്റിയവർ, ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയ ഉമ്മയുണ്ട്. 2ാമത് കിഡ്നി 2 മുഴ വന്നുകൊണ്ട് അതും ഓപ്പറേഷൻ ചെയ്തവരുണ്ട്. അല്ലാഹുവേ ഇപ്പോൾ കിഡ്നി മുറിച്ച് മാറ്റിയ ഭാഗത്ത് ക്യാൻസറാണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ മരിക്കുമെന്ന് പേടിച്ചിരിക്കുന്നൊരു സാഹചര്യമാണ്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത സങ്കടമായി റബ്ബേ കേട്ടപ്പോൾ നീ ശിഫ നൽകണേ അല്ലാ. അതിൻ്റെ ജീവിതത്തിൽ ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. 90, 95 വയസ്സായ ഉമ്മമാരുണ്ട്. പ്രായം ചെന്ന ഉമ്മമാർ പ്രയാസപ്പെട്ടുകൊണ്ട് അവരെ നോക്കുന്നുണ്ട്. റബ്ബേ നീ കബൂലിയത്ത് നൽകണേ അല്ലാ. മക്കളെ ഒരുപാട് പ്രായമായി വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുടെ ഖൈറായ ഇണയെ നൽകണേ അല്ലാ. ഗൾഫിലേക്ക് പോയതാണ്
അതാണ് 28 വർഷം മുമ്പ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, ഞങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഖത്തം ഓതിയവർ ഈ മജ്ലിസിലുണ്ട്. അല്ലാ, കേൾക്കുമ്പോൾ സങ്കടമാണ്, പക്ഷേ അവരെത്ര സങ്കടം അള്ളാഹുവെ സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രതിഫലം അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ഭർത്താവിനെ കാത്തിരുന്നു കൊണ്ട് 28 വർഷം തള്ളി നീക്കി അള്ളാഹു അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ ശിഫ നൽകി സന്തോഷം, റാഹത്തും, സലാമത്തും, സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനെ, ഇങ്ങനെ തുടങ്ങി പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവേ റബ്ബേ, വീട് സംബന്ധമായി വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ, വാടക വീട്ടിൽ താമസിക്കുന്നവർ, വാങ്ങിയ സ്ഥലത്തൊരു വീട് വെക്കാൻ പോലും കഴിയാതെ പേപ്പറിൻ്റെ നിയമക്കുരുക്കിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ, ഓപ്പറേഷൻ വിധിച്ച രോഗികൾ, മൂക്കിന് ഓപ്പറേഷൻ വിധിച്ചവരുണ്ട്, അതുപോലെ തന്നെ വയറിന് ഓപ്പറേഷൻ വിധിച്ചവരുണ്ട്, തലയ്ക്ക് ഓപ്പറേഷൻ വിധിച്ചവരുണ്ട്, തണ്ടലിന് ഓപ്പറേഷൻ വിധിച്ചവരുണ്ട്, തണ്ടൽ വേദന കൊണ്ട്, കാല് വേദന കൊണ്ട്, കാല് മുട്ട് വേദന കൊണ്ട്, ഇതൊക്കെ മാറാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ, ശ്വാസം മുട്ടി വലിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചവരുണ്ട്. അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകി നിൻ്റെ ത്വായത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, സഹോദരന്മാർ, അവരെ നീ കാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിനുമാക്കണേ അല്ലാ. റബ്ബേ, ഞാൻ എവിടെ ഇരുന്നു കൊണ്ട് ഈ മജ്ലിസ് നിയന്ത്രിക്കുന്നു, എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സ്വർഗീയ ലോകത്ത് ഞങ്ങളെല്ലാവരും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോയവരുണ്ട്, അവരുടെ ഹജ്ജും ഉംറയും ഒക്കെ മക്ബൂലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പലവരും ദുആ വസിയത്ത് അയച്ചപ്പോൾ, ഹദി അയച്ചപ്പോഴൊക്കെ അടുത്ത വർഷം ഹജ്ജിനും ഉംറക്ക് പോകാൻ വേണ്ടി ദുആരക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹദി അയച്ചവരുണ്ട്. റബ്ബേ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാൻ ഞങ്ങൾ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിൻ്റെ മഹ്ലുഫതിന് അപകടങ്ങൾ നീ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ നീ കാക്കണേ അല്ലാ. മാറാവ്യാധികൾ നീ കാക്കണേ അല്ലാ. ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങൾ നീ കാക്കണേ അല്ലാ. പകർച്ചവ്യാധികൾ നീ കാക്കണേ അല്ലാ. മഴ മൂലമുള്ള പ്രയാസങ്ങളിൽ, ഉരുൾപൊട്ടലുകളിൽ നിന്ന്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, മഴ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ലോകമെന്ന് യുദ്ധഭീതിയിലാണ് അല്ലാഹുവേ. ഗൾഫിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങളിൽ പലവരും കഴിയുന്നത് അല്ലാഹുവേ. അന്ന് ഇറാഖിലും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ 2 ബോംബ് വീണപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ അതിൻ്റെ ധ്വനികൾ കേട്ടു. റബ്ബേ, ഗ്യാസില്ലാതെ ഞങ്ങൾ കുറേ പ്രയാസപ്പെട്ടു. സകല സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അല്ലാഹുവേ. യുദ്ധപ്രതിസന്ധിയിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ജീവന്, സ്വത്തിനൊക്കെ നീ സംരക്ഷണം നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളൊക്കെ സലാമത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു സഹോദരന് 13 വർഷമായി ഒരു കമ്പനിയിൽ ജോലിയാണ്. ഭാര്യയും മക്കളുമൊക്കെ അവിടെ ജോലിയിൽ ചെയ്തിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ശമ്പളമില്ല. ഒരുപാട് ആളുകളെ പിരിച്ചുവിട്ടു. ആ കൂട്ടത്തിൽ അവരും പിരിഞ്ഞു വന്നുകൊണ്ട് 3 മക്കളെ മദ്രസയിൽ ചേർത്താൻ വേണ്ടി വന്നു. അങ്ങനെ എത്ര ആളുകൾ റഹ്മാനായ റബ്ബേ, ഈ യുദ്ധം മൂലം അന്നമില്ലാതെ, ജോലിയില്ലാതെ, കടക്കണിയിൽ പെട്ടുകൊണ്ട്, പ്രയാസത്തിൽ പെട്ടുകൊണ്ടൊക്കെ നെരിവിരി കൊള്ളുന്നവരുണ്ട്. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മഈശത്തിൻ്റെ മേഖലയിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ ഖത്തമോദി എൻ്റെ ഉമ്മമാർക്ക് ഇനിയും ഖത്തമോദാൻ റബ്ബേ, ഖുർആൻ ഓതിക്കൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് മരണപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ദിക്റിയല്ലി മരണപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിൻ്റെ മുമ്പ് നിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, കൺകുളിർമ കാണാൻ റബ്ബേ, സ്വർഗം കണ്ടുകൊണ്ട് കലിമ ചൊല്ലി റാഹത്തോടെ, സന്തോഷത്തോടെ, സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ ഈ ദുനിയാ
ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മരണം നന്നാക്കി തരണേ അല്ലാ. സക്രാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മുറാദ് അതാണ് അല്ലാ. നിൻ്റെ ഹബീബിനൊന്ന് കാണണം, നിൻ്റെ ലിഖായിനൊന്ന് കാണണം. അതിന് സ്വർഗത്തിൽ വരണമല്ലോ അല്ലാ. നിന്നൊന്ന് കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണം. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ. ഞങ്ങളെ ഖൽബിൻ്റെ ഉള്ളിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. അത് ദുനിയാവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുണ്ട് അല്ലാഹു, ആഖിറവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുണ്ട്, ഖബറുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുണ്ട്, നീയുമായി ബന്ധപ്പെടുത്തിയ ആഗ്രഹങ്ങളുണ്ട്, സിറാത്തുമായി സ്വർഗവുമായി ബന്ധപ്പെട്ട നിൻ്റെ നിക്കാവുമായി ബന്ധപ്പെട്ട ഹബീബിൻ്റെ തൃക്കല്യാണവുമായി ബന്ധപ്പെട്ട അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് റബ്ബേ. ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. തഖബ്ബലല്ലാഹു ഫീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.